വെൽക്കം ഫ്രണ്ട്സ്, ഞാൻ സോബി ട്രേഡിംഗ് സീരീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, നമ്മളിവിടെ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡീകോഡിംഗ് മാർക്കറ്റ് പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ ഈ ഒരു ഡീകോഡിംഗ് സ്ട്രക്ചർ വെച്ച് മാർക്കറ്റിനെ എങ്ങനെ നമ്മുടെ രീതിയിലേക്ക് നമുക്ക് ചിന്തിച്ചിട്ട് എങ്ങനെ നമുക്കൊരു പ്രോപ്പർ ആയിട്ടുള്ള എൻട്രി എടുക്കാം, അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ട്രേഡിംഗ് സെറ്റപ്പ് ഫോം ചെയ്തെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ബേസിക് ഫ്രെയിം വർക്കാണ് നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ബേസിക് ഫ്രെയിം വർക്കിനെ സപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുള്ള കുറേയധികം ആക്ടിവിറ്റീസ് ഉണ്ട്. എന്താണ് ആ ആക്ടിവിറ്റീസ്? ഈ ചാനലിൽ അപ്ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന 113ഓളം വീഡിയോസ്, ഇതിപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് 113, അപ്പോൾ 110ഓളം വീഡിയോസ്. അപ്പോൾ ഈ 110ഓളം വീഡിയോസിനകത്ത് നമ്മൾ കുറേ അധികം കാര്യങ്ങൾ, കുറേ സ്ട്രക്ചറുകൾ, കുറേ എൻട്രി സെനാരിയോസ് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ മാർക്കറ്റിൽ നമുക്ക് എപ്പോഴും എൻട്രി വേണമെങ്കിൽ നിങ്ങൾ എത്രമാത്രം ഡെപ്തിൽ ഇതിനെപ്പറ്റി ആഴമായിട്ട് പഠിക്കുന്നോ, അല്ലെങ്കിൽ ആ കാര്യങ്ങൾ മനസ്സിലാക്കുന്നോ, അതിനെ ബേസ് ചെയ്ത് ചെക്ക് ലിസ്റ്റ് ഉണ്ടാക്കുന്നോ, അതിനനുസരിച്ചായിരിക്കും നമ്മുടെ വിജയം എന്ന് പറയുന്നത്. അല്ലാതെ ദർ ഇസ് നോ ഈസി പ്രോസസ്. അപ്പോൾ പ്രോസസ് ഫൈനലി ഇറ്റ് വിൽ ബി വെരി വെരി ഈസി. നിങ്ങൾക്ക് ഈ സ്ട്രക്ചറൽ സെറ്റപ്പുകളിൽ ഈ പറഞ്ഞിരിക്കുന്ന പുൾ ബാക്ക് സെനാരിയോസ് നിങ്ങൾക്ക് അറിയാമോ? അതുപോലെ തന്നെ ലൈവ് ട്രേഡ് സെഷൻസിൽ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്ന ചെറിയ ചെറിയ കാര്യങ്ങളെ പോയിന്റുകൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? പുൾ ബാക്ക് ഡീറ്റെയിലിങ്ങിനകത്ത് പറഞ്ഞേക്കുന്നത് പുൾ ബാക്ക് തന്നെ 5-6ഓളം വീഡിയോസ് ഞാൻ ഡൗട്ട് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് അത് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വോളിയം അനലൈസിസ് ചെയ്ത് വെച്ചിരിക്കുന്നതിനകത്ത് കാര്യങ്ങൾ, വോളിയം കാണുമ്പോൾ വോളിയം ക്യാൻഡിൽ സ്പൈക്ക് ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിനകത്ത് നിന്ന് എന്താണ് മനസ്സിലാകുന്നത്, ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് എങ്ങനെ ഓരോരുത്തർക്കും അത് മനസ്സിലാകുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും നമ്മളുടെ ഈ ട്രേഡിംഗ് മോഡലിൻ്റെ വിജയം എന്ന് പറയുന്നത്. സോ ഐ ഹോപ്പ് യു ഗോട്ട് ഇറ്റ്. നമുക്ക് സമയം കളയാതെ നമ്മളുടെ ഡീകോഡിംഗ് മാർക്കറ്റ് 4ലേക്ക് കിടക്കാം. ആൻഡ് യു ആർ വാച്ചിങ് ട്രേഡിംഗ് സീക്രട്സ് യൂട്യൂബ് ചാനൽ. നൗ ഹയർ ടൈം ഫ്രെയിമിലുള്ള ഒരു ട്രെൻഡിങ് മോഡലാണ് നമ്മളിവിടെ വരച്ചു വെച്ചിരിക്കുന്നത്. ഓക്കെ, ഇതിനകത്ത് നമ്മൾ ഈ ഹയർ ടൈം ഫ്രെയിമിൽ ഈ ബ്ലൂ ലൈൻ പോകുന്നത്, ഈ ബ്ലൂ ലൈൻ ഈസ് എ ഹയർ ടൈം ഫ്രെയിം ട്രെൻഡ്, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് നോക്കുമ്പോഴത്തേനും ഇവിടെ ഏതാണ് ഈ ഒരു പോയിന്റിന് പറയുന്ന പേരാണ് സ്വിംഗ് പോയിന്റ്സ് എന്ന് പറയുന്നത്. സ്വിംഗ് ഇതാണ് സ്വിംഗ് പോയിന്റ്സ്. ഓക്കെ, സ്വിംഗ് പോയിന്റ്സ് എന്ന് പറയുന്ന എല്ലാ ഇതിലും ഫോം ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ സ്വിംഗ് പോയിന്റ്സ് മാർക്കറ്റിൽ ഫോം ചെയ്യുന്നത് മേ ബി വിത്തിൻ 1 അവറിൻ്റെ ട്രേഡിംഗ് ഉണ്ടാകും, ചിലപ്പം 1 ഡേയുടെ ട്രേഡിംഗ് ഉണ്ടാകാം, ചിലപ്പോൾ 50 മിനിറ്റ്സിൻ്റെ ട്രേഡിംഗ് കൊണ്ട് നല്ലൊരു സ്വിംഗ് സ്ട്രക്ചർ ഫോം ചെയ്തെന്നിരിക്കാം. അങ്ങനെ ഡിഫറെൻറ്റ് ടൈം ഫ്രെയിമിൽ ഈ സ്വിംഗ് സ്ട്രക്ചർ ഫോം ചെയ്തുകൊണ്ടിരിക്കും. സോ ഐ ഹോപ്പ് ഇറ്റ് ഈസ് ക്ലിയർ. നൗ നമ്മളുടെ ട്രേഡിംഗ് മോഡൽ പ്രകാരം ഓൺ എ ബുള്ളിഷ് ട്രെൻഡ്, എന്താണ് ബുള്ളിഷ് ട്രെൻഡിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത് ഈ ഒരു ട്രേഡിംഗ് ഇതാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു വിഷ്വലൈസേഷൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ സ്വിംഗ് പോയിന്റ്സിൻ്റെ എല്ലാ പീക്ക് പോയിന്റിലും വി വിൽ ബി ഫോമിങ് ഈ പാറ്റേണിക് മൂവ്മെന്റ് ഇവിടെ കാണും നമ്മൾ. അപ്പം ഇങ്ങനെ ഇപ്പോൾ പറയുമ്പോൾ നിങ്ങൾ എന്നെ വിശ്വസിക്കത്തില്ല. സോ ഐ വിൽ ഷോ യു ഇൻ ദ ചാർട്ട് ഇൻ എ ലൈവ് ട്രേഡിംഗ്. ഇവിടുത്തെ ഇപ്പോൾ ലൈവ് ട്രേഡിങ് നാസ്ഡാക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുക, അതിനകത്ത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ നോക്കുന്നത് ഈ ഓൺ എ പീക്ക് പോയിന്റ്, നമുക്ക് ഈ സെനാരിയോ ഈ ഒരു പാറ്റേണിക് മൂവ്മെന്റ് വിൽ ബി റിപ്പീറ്റഡ് അല്ലേ. ഇവിടെ എല്ലായിടത്തും ഇതെല്ലാം ഓൺ എ ബെയറിഷ് സെനാരിയോ, ഇവിടെ പീക്ക് പോയിന്റിൽ നിന്നാണല്ലോ മാർക്കറ്റ് താഴേക്ക് വരുന്നത്. അപ്പോൾ അവിടെയാണ് ഇത് വരുന്നത്. അപ്പം ഈ ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു പാറ്റേൺ എമർജ് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റിന് ഒരു സമയം കൊടുക്കണം. അതുപോലെ തന്നെ ഓൺ എ ബുള്ളിഷ് സെനാരിയോ ഇവിടുന്ന് ഇത് വരുമ്പോഴത്തേനും മുകളിലേക്ക് ഈ ഒരു ഇത് ക്രിയേറ്റ് ചെയ്യും. സോ എന്താണ് ഈ പാറ്റേൺ? ഓൾറെഡി നമ്മൾ ഡീകോഡിംഗ് മാർക്കറ്റ് പാർട്ട് 1, 2, 3 കണ്ടിന്യൂസ്ലി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ദിസ് ഈസ് ക്രിയേറ്റിംഗ് എ ഹൈ ആൻഡ് ക്രിയേറ്റിംഗ് എ ലോ. എ ഹൈ ഈസ് ക്രിയേറ്റഡ് ആൻഡ് എ ലോ ഈസ് ക്രിയേറ്റഡ് ആൻഡ് ദ ഹൈ ഈസ് ടേക്കൺ ആൻഡ് ദ ലോ ഈസ് ടേക്കൺ ആൻഡ് എ റൺ അപ്പ് ടു മിറ്റിഗേറ്റ് ആൻഡ് ഫോൾ ഡൗൺ, ഓർ ഇറ്റ് ഈസ് പുള്ളിംഗ് ബാക്ക്. മനസ്സിലായോ? സോ നമ്മൾ സെനാരിയോ ചേഞ്ച് ചെയ്ത് റൺ അപ്പ് ടു മിറ്റിഗേറ്റ് എന്ന് പറയുന്ന പോലെ തന്നെ സെയിം തിങ് ആണ്. ഇറ്റ് ഈസ് റണ്ണിങ് അപ്പ് ടു മിറ്റിഗേറ്റ് ഓർ ഇറ്റ് ഈസ് പുള്ളിംഗ് ബാക്ക് ആൻഡ് ഫോൾ ഡൗൺ. സോ similarly, on a bullish scenario, a low is created and a high is created and the low is taken and the high is taken and running down or pulling back to shoot up. മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു, ഹൈ ക്രിയേറ്റ് ചെയ്തു, ലോ എടുത്തുകൊണ്ട് പോയി, ഹൈ എടുത്തുകൊണ്ട് പോയി, താഴേക്ക് വരുന്നു, പുള്ളിംഗ് ബാക്ക് അല്ലേ. പുള്ളിംഗ് ബാക്ക് എന്ന് പറയുന്നത് എന്തിനാണ്? മുകളിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് പുള്ളിംഗ് ബാക്ക് വരുന്നത്. അപ്പോൾ ഇത്രേ ഉള്ളൂ കാര്യം. അപ്പോൾ ഇതിനാണ് നമ്മൾ ഈ ഒരു പാറ്റേണിക് മൂവ്മെന്റ് എന്ന് പറയുന്നത്. പാറ്റേണിക് മൂവ്മെന്റ്, ദിസ് ഈസ് എ പെർഫെക്റ്റ് പ്രൈസ് മാനിപ്പുലേഷൻ ആക്ടിവിറ്റി. സോ അതുകൊണ്ടാണ് മാർക്കറ്റിന്റെ സ്ട്രക്ചർ ഇസ് സോ കോംപ്ലിക്കേറ്റഡ്. അതുകൊണ്ടാണ് നോബഡി ക്യാൻ സസ്റ്റെയിൻ ഇൻ ദ മാർക്കറ്റ്, ബിക്കോസ് വേർ എവർ യു കീപ് യുവർ സ്റ്റോപ്പ് ലോസ് ഇറ്റ് വിൽ ബി ടേക്കൺ. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? ബിക്കോസ് ഓഫ് ദ പ്രൈസ് മാനിപ്പുലേഷൻ. മാർക്കറ്റ് ഈസ് ഡിസൈൻഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ഇത് നമ്മളെ ഫോക്കസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന ഒരു സംഭവം അല്ല ഇത്. Because market structural design is designed in such a way that market will induce everybody into the market so that there will be more participants അല്ലേ. അതായത് മാർക്കറ്റ് നമ്മളെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യപ്പെടുന്ന ഒരു പ്രക്രിയ അല്ല ഇത്. ബിക്കോസ് മാർക്കറ്റിന്റെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് എവിടെയെല്ലാം ആൾക്കാർ ഇൻട്രസ്റ്റഡ് ആയിട്ടുണ്ടോ മാർക്കറ്റ് അതിലെല്ലാം പോയി നമ്മളെ കാണിക്കുവാണ്. അപ്പോൾ നാച്ചുറലി ചില ആൾക്കാർ ഇവിടെ താഴെ വരാതെ മേടിക്കുകയല്ല, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് മാർക്കറ്റ് താഴേക്ക് വരുന്നു, മുകളിലേക്ക് വരുന്നു. അപ്പോൾ ഈ ഒരു ആക്ടിവിറ്റി നടന്നുകൊണ്ടിരിക്കും മാർക്കറ്റിൽ. സോ ഇതാണ് മാർക്കറ്റ് ഇസ് ഡിസൈൻഡ് ഇൻ സച്ച് എ വേ. അല്ലെങ്കിൽ മാർക്കറ്റിന്റെ ആക്ടിവിറ്റി എപ്പോഴും അങ്ങനെയാണ് നടക്കേണ്ടത്. ബിക്കോസ് ഈ മാർക്കറ്റിന്റെ ഈ ഒരു ആക്ടിവിറ്റിക്കകത്ത് എന്താണ് സംഭവിക്കുന്നത്?
market valuation and devaluation will be repeatedly happening. Those valuation and revaluation will be closed in a neat way. Okay, അപ്പോൾ അതാണ് അതിനകത്ത്. അതായത് ലൂസിങ് പൊസിഷൻസ് ആൻഡ് പ്രോഫിറ്റബിൾ പൊസിഷൻസ് വിൽ ബി ഈക്വലി ക്ലോസ്ഡ് ഔട്ട്. അതിനു വേണ്ടിയിട്ടാണ് മാർക്കറ്റ് ഈ ഒരു ഇതിൽ. അപ്പം ഈ ഒരു പോയിന്റ് ഓഫ് തോട്ട് നമ്മൾ എന്തിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? ഇൻ ടേംസ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ബിക്കോസ് ദ മേജർ പാർട്ടിസിപ്പൻസ് ആരാണ്? നമ്മളുടെ മാർക്കറ്റിലെ ഏറ്റവും കൂടുതൽ മേജർ പാർട്ടിസിപ്പൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. അപ്പോൾ അവരെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ തോട്ട് പ്രോസസ് ഇത് വെച്ചേക്കുന്നത്. അപ്പോൾ ദ ലോജിക് വാട്ട് യു ആർ ബിൽഡിങ് ഫോർ ഹാവിങ് എ ട്രേഡിംഗ് മോഡൽ, അല്ലേ? നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ലോജിക് എന്ന് പറയുന്നത് അതായിരിക്കണം സുപ്പീരിയർ. ബിക്കോസ് ലോജിക്കായിട്ടൊന്നുമില്ല എന്ന് വിചാരിക്കുക. ലോജിക്കായിട്ട് നമുക്ക് ഇവിടെ ഒരു സംഭവം ഇല്ല. അപ്പോൾ ഇവിടെ നമ്മൾ പറയാണ് മാർക്കറ്റ് ഇങ്ങനെ കയറി പോകുന്നു, ഒരു പോൾ ഉണ്ടാക്കുന്നു, അതിനുശേഷം ഇവിടെ ഒരു ഫ്ലാഗ് ഉണ്ടാക്കുന്നു. ആ ഫ്ലാഗിന് കുറേ നേരം ട്രേഡ് ചെയ്ത് കഴിയുമ്പോഴത്തേന് ഇവിടുന്ന് ബ്രേക്ക് ഔട്ട് വരുന്നു, മാർക്കറ്റ് താഴോട്ട് പോകുന്നു. വാട്ട് നോൺസെൻസ് ആർ വി ടോക്കിംഗ് അബൌട്ട്? മനസ്സിലായോ? ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിച്ച് നമ്മളുടെ മനസ്സ് തന്നെ മാറിപ്പോകും. നമ്മൾ ഓർക്കോ ഇത് ശരിയാണല്ലോ എന്ന്. അങ്ങനെയാണെങ്കിൽ ഞാനിവിടെ 1000 കൂട്ടം കാര്യങ്ങൾ കാണിച്ചു തരാം. ഇന്ത്യ മഹാരാജ്യം ഇവിടെ ഇപ്പം നമ്മൾ ഇന്നത്തെ ട്രേഡിങ്ങിൽ 1 മിനിറ്റിൻ്റെ സ്ട്രക്ചർ വെച്ച് നോക്കുവാണെങ്കിൽ കേരളം തൊട്ടുള്ള ഗ്രാഫ് നമ്മുടെ ചാർട്ട് വരച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും, അല്ലേ? ചാർട്ട് പല സമയത്ത് നമുക്ക് ചിലപ്പോൾ ഇലഫൻറ്റ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും, ഇലഫൻറ്റിൻ്റെ അല്ലെങ്കിൽ ഡൈനോസർ പ്രിൻറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാം. അപ്പോൾ നമ്മളത് എങ്ങനെ നമ്മൾ നോക്കുന്നോ നമ്മൾ ആ നോക്കുന്ന രീതിയിൽ നമുക്ക് മാർക്കറ്റിൻ്റെ ഗ്രാഫ് ഇവിടെ ചാർട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ കൺമുന്നിൽ കാണാൻ പറ്റും. ഒരു പ്രാവശ്യം എലഫൻറ്റ് ക്രിയേറ്റ് ചെയ്തു, സോ അടുത്ത പ്രാവശ്യം എലഫൻറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ വാല് താഴോട്ട് വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം നടക്കുമോ? ദാറ്റ് ഈസ് നോട്ട് എ ലോജിക്. സോ വി ആർ കണക്ടിങ് ദ ലോജിക് ഇൻ എ സുപ്പീരിയർ വേ ദാറ്റ് ഇറ്റ് വിൽ കണക്ട് വിത്ത് ദ വാല്യുവേഷൻസ്. അതാണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പോൾ അത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ബിക്കോസ് ഐ വാണ്ട് ടു മേക്ക് ഷുവർ ദാറ്റ് യു ആർ ഗെറ്റിംഗ് ദ റൈറ്റ് ലോജിക് ഫോർ ദ ട്രേഡിംഗ് മോഡൽ. അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ട്രേഡിംഗ് മോഡൽ ഉണ്ടെങ്കിൽ യു ഹാവ് ടു കണക്ട് യുവർ ട്രേഡിംഗ് മോഡൽ വിത്ത് എ സുപ്പീരിയർ ലോജിക്. പിടികിട്ടിയോ? അപ്പോൾ ആ ലോജിക്കിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങളാണെങ്കിൽ മാത്രമേ നിങ്ങളുടെ ട്രേഡിംഗ് മോഡൽ സക്സസ്ഫുൾ ആവുള്ളൂ. സോ അൾട്ടിമേറ്റ്ലി വി ആർ ഹാവിങ് എ ബ്യൂട്ടിഫുൾ ട്രേഡിംഗ് സെറ്റപ്പ്. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കാണിക്കുകയും ചെയ്യാം. ഐ വിൽ ഷോ യു ദ റിയൽ എക്സാമ്പിൾ ഓൾസോ. അല്ലെങ്കിൽ എന്നെ കാണിച്ചു തരണം. സോ ഐ ഹാവ് അനദർ ട്രേഡിംഗ് മോഡൽ. ഐ വിൽ അഗ്രി വിത്ത് യു. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കുന്നത് എന്താണ്? ഇവിടെ ഓൺ എ ഹയർ ടൈം ഫ്രെയിം ട്രെൻഡ് വെൻ യു ആർ സീയിങ് ദാറ്റ് ഇവിടെ ദിസ് പാറ്റേൺ ഈസ് ബീങ് പ്രിന്റഡ് ഹിയർ വൈൽ ട്രേഡിങ്ങിൻ്റെ കാര്യം ഞാൻ പറയുന്നത്. വൈൽ ട്രേഡിങ് ഹിയർ because on a higher time frame and the price is the bearish order flow is happening and the price is pulling back and printing this pattern, that means the price will shoot up. അതാണ് അതിൻ്റെ കാര്യം. Because on every activity, on every swing points, this activity will be repeated so that the major player who is controlling the market, the big ones, they will be doing this activity so that they will have the control. മനസ്സിലായോ? അപ്പം നമ്മളുടെ ലോജിക്ക് ഈ സുപ്പീരിയർ ആണ്, അതിനു വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. സോ യു ഷുഡ് ഹാവ് ഞാനിത് എന്തിനാണ് വീണ്ടും റിപ്പീറ്റഡ്ലി പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു ഷുഡ് ഹാവ് കോൺഫിഡൻസ് ഇൻ വാട്ട് യു ആർ ഡൂയിങ്. കോൺഫിഡൻസ് ഇല്ലാതെ നമുക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാൻ പറ്റത്തില്ല. സോ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറയുന്നത്. സോ ദീസ് ആർ ഓൾ സ്വിംഗ് പോയിന്റ്സ്. അപ്പോൾ ഇങ്ങനത്തെ സ്വിംഗ് പോയിന്റ്സിൽ വെൻ യു സീ ദാറ്റ് ഓൺ എ ഹയർ ടൈം ഫ്രെയിം ട്രെൻഡ് യു ആർ സീയിങ് ദാറ്റ് ഓൺ ദ സെക്കൻഡ് ലെഗ് there is a pattern printing and you have an opportunity to buy here. And you have opportunity to buy here, buy here, buy here, buy here, sell here. Sell here where? ഇവിടെ നമ്മൾ സെൽ നോക്കുമ്പോൾ എന്താണ് നമ്മൾ നോക്കുന്നത്? ദർ ഇസ് ഇന്നലെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു, എക്സ്റ്റേണൽ ലിക്വിഡിറ്റി പോയിന്റ്സ് ആർ ദെയർ. ദാറ്റ് വിൽ ബി അവർ എക്സ്റ്റേണൽ ടാർഗറ്റ്. വേറെ നമുക്ക് ഇങ്ങോട്ട് വരുമ്പോഴത്തേനും ഇന്റേണൽ ടാർഗറ്റ്സ് നമുക്കുള്ളൂ. സോ ഇവിടെ നമ്മളെ സംബന്ധിച്ചത് എക്സ്റ്റേണൽ ഇന്റേണൽ എന്നുള്ള രീതിയിലാണ് നമ്മുടെ ഡെഫിനിഷൻ പോകുന്നത്. പക്ഷേ നമ്മൾ ഈ ഒരു എക്സാക്ട് റിപ്ലിക്കയിലായിരിക്കത്തില്ല മാർക്കറ്റിന്റെ ആ സമയത്തെ നമ്മുടെ ചാർട്ടിന്റെ ഫോർമേഷൻ എന്ന് പറയുന്നത്. ഓഫ് കോഴ്സ് ദർ വിൽ ബി നോയ്സൻസസ്, അല്ലേ? ഇവിടെ നമുക്ക് ചാർട്ട് മേ ബി ചോപ്പി പ്രൈസ് ആക്ഷൻ താഴോട്ട് പോകുന്നു, ഇറ്റ് വിൽ ഗോ ദെയർ, കം ഡൗൺ, ഗോ ദെയർ, അപ്പ് ആൻഡ് ഡൗൺ, റേഞ്ചിൽ ഫോർമേഷൻ നടക്കുന്നു, റേഞ്ച് ഫോർമേഷൻ നടക്കുന്നു, ദെൻ അപ്പ് ആൻഡ് ഡൗൺ, വെൻ ഡൗൺ, ഗോയിങ് അപ്പ്, ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. സോ ഇതിനകത്ത് നമുക്ക് അതൊരു പ്രോബ്ലം ഉള്ള കാര്യമില്ല. നമുക്ക് ആ ഓപ്പർച്യൂണിറ്റിയിലെല്ലാം നമുക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. സോ ഇവിടെ വന്ന് നമ്മൾ നോക്കുമ്പോഴത്തേനും എന്താണ് വരുന്നത്? ഓൺ എ ഹയർ ടൈം ഫ്രെയിം ട്രെൻഡ് ഹൈ ഇസ് മെയ്ഡ് ആൻഡ് ഇവിടെ ഓൾറെഡി ഈ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോവാണ്. അപ്പം ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേനും എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ ഈ ലോ ഇസ് ബീം ബ്രോക്കൺ, അല്ലേ? അപ്പം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത തിയറി പ്രകാരം ഈ ലോ ഇവിടെ ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും സ്ട്രക്ചറൽ ചേഞ്ച് എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ബിക്കോസ് എന്തുകൊണ്ടാണ്? ഇതാണ് നമ്മളുടെ ഇമ്പോർട്ടൻറ്റ് ലോ. ബിക്കോസ് എന്താണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്നത്? എ ലോ ദാറ്റ് ക്രിയേറ്റഡ് ദ ഹൈ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ലോ. അത് മറന്നു പോരുത്. നമ്മൾ ആദ്യത്തെ ലെക്ചറിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന കൺസെപ്റ്റാണ്. ബിക്കോസ് ഇവിടെ എന്താണ് ഈ ഹൈ, ഓഫ് കോഴ്സ് ഈ ലോ ഇമ്പോർട്ടൻ്റ് ആകണമായിരുന്നെങ്കിൽ ഈ ഹൈയുടെ മുകളിൽ ഇവിടെ ഈ മാർക്കറ്റ് കയറി ടാപ്പ് ചെയ്യുമായിരുന്നെങ്കിൽ ഓക്കെ, ഇത് നമുക്ക് ഇമ്പോർട്ടൻറ്റ് ലോ ആയിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. വേറെ നമുക്കിതിപ്പോൾ ഇമ്പോർട്ടൻറ്റ് ലോ അല്ല.
ഇതാണ് നമ്മുടെ ഇമ്പോർട്ടൻറ്റ് ലോ എന്ന് പറയുന്നത്. സോ വൺസ് ഈ ഇമ്പോർട്ടൻറ്റ് ലോ ഇസ് ബ്രോക്കൺ ആൻഡ് എ ക്യാൻഡിൽ ക്ലോഷർ ഹാസ് ബീൻ ഹാപ്പൻഡ് ഹിയർ, ദെൻ ദ സെനാരിയോ ഇസ് ചേഞ്ച് ആൻഡ് ദ ഗെയിം ഈസ് ഓവർ. ഗെയിം ഈസ് ഓവർ ഇൻ ദ സെൻസ് എന്താണ്, ഇവിടെ ഈ ഒരു സ്ട്രക്ചറൽ ഷിഫ്റ്റ് ഇവിടെ നടക്കുമ്പോൾ, സ്ട്രക്ചറൽ ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ സ്ട്രക്ചർ ബ്രേക്ക് എന്ന് മാത്രം പറഞ്ഞാൽ മതി. നമുക്ക് അധികം കോംപ്ലിക്കേറ്റഡ് ടേംസ് ഒന്നും യൂസ് ചെയ്യണ്ട. ചേഞ്ച് ഓഫ് ക്യാരക്ടർ, ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, ഇതെല്ലാം എടുത്ത് കളയുക. ഇതൊന്നും വേണ്ട. നമുക്കിവിടെ സ്ട്രക്ചർ ഇവിടെ നമ്മൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കാണുന്ന സ്ട്രക്ചർ ഇവിടെ ബ്രേക്ക് ആയോ ഇല്ലയോ, ദാറ്റ്സ് ഇറ്റ്, കഴിഞ്ഞ കാര്യം. അപ്പോൾ ഇവിടെ ഇത് എന്തുകൊണ്ടാണ് ഈ ലോ ഇമ്പോർട്ടൻ്റ് ആയത്? ബിക്കോസ് ദ ലോ ദാറ്റ് ക്രിയേറ്റഡ് ദ ഹൈ ഈസ് ബ്രോക്കൺ. ഇവിടെ അല്ലേ, ദ ലോ ദാറ്റ് ക്രിയേറ്റഡ് ദ ഹൈ ഈസ് ബ്രോക്കൺ. ഇവിടെ ഈ ഹൈയുടെ മുകളിൽ ഈ ഹൈ വന്നിട്ടില്ല, അതുകൊണ്ടാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആയത്. ദിസ് ബിക്കം എ വീക്ക് ലോ അല്ലേ, WEAK, വീക്ക് ലോ. ഇത് നമ്മളെ സംബന്ധിച്ച് ഒരു വീക്ക് ലോ ആണ് ഈ സംഭവം എന്ന് പറയുന്നത്. ഇതൊരു വീക്ക് ലോ ആണ്. ഇത് നമ്മളെ സംബന്ധിച്ച് ഒരു സ്ട്രോങ് ലോ ആണ്. ബിക്കോസ് ഇത് സ്ട്രോങ് ലോ ആകണമായിരുന്നെങ്കിൽ, ഇതിന് മുകളിൽ കയറി പ്രൈസ് ടാപ്പ് ചെയ്തായിരുന്നെങ്കിൽ ഇതിനെ നമുക്ക് സ്ട്രോങ് ലോ എന്ന് പറയാൻ പറ്റും. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇത് വീക്ക് ലോ ആണ്, അതുകൊണ്ട് നമ്മളത് കൺസിഡർ ചെയ്യുന്നില്ല. സോ അറ്റ് ദ എൻട്രി പോയിന്റ് ഓഫ് ടൈം, ഇഫ് യു വാണ്ട് ടു, ഇപ്പം നമുക്ക് ഈ മാർക്കറ്റിൻ്റെ മൊത്തത്തിലുള്ള മുഴുവൻ മൂവ്മെൻറ്റ്, ഏകദേശം ഒരു 85% ഓഫ് ദ മൂവ്മെൻറ്റ് നമുക്ക് ക്യാപ്ചർ ചെയ്യണമെങ്കിൽ, വേർ വിൽ യു ട്രെയിൽ യുവർ സ്റ്റോപ്പ് ലോസ്? ദാറ്റ്സ് ദ കൺസെപ്റ്റ്. അതിലേക്കാണ് ഞാൻ വരുന്നത്. അപ്പോൾ ട്രെയിലിംഗ് യുവർ സ്റ്റോപ്പ് ലോസ് മീൻസ് നമ്മൾ ഇവിടുത്തെ ഫസ്റ്റ് എൻട്രി എടുത്തു, ദെൻ എഗെയിൻ മാർക്കറ്റ് വെന്റ് കം ഡൗൺ, എഗെയിൻ നമ്മളിത് ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പം നമ്മൾ എൻട്രി എടുത്തോടത്ത് തന്നെയായിരിക്കും നമ്മുടെ സ്റ്റോപ്പ് ലോസ്, ഫസ്റ്റ് പോയിന്റ് ഓഫ് സ്റ്റോപ്പ് ലോസ്. സെക്കൻഡ് പോയിന്റ് ഓഫ് സ്റ്റോപ്പ് ലോസ് എന്തായിരിക്കും? ഇവിടെ വന്നു, ഇവിടുന്ന് കയറി, രണ്ടാമത് ഇവിടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും, ടാപ്പ് ചെയ്തിട്ട് പ്രൈസ് റിജക്ട് ചെയ്ത് കഴിഞ്ഞ് പ്രൈസ് മോളിൽ പോയി വരുമ്പോഴത്തേനും നമ്മളുടെ സെക്കൻഡ് ലെവൽ ഓഫ് സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഇതായിരിക്കും. നെക്സ്റ്റ് അടുത്ത ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേനും അടുത്ത സ്റ്റോപ്പ് ലോസ് ഇതായിരിക്കും. അപ്പം നമ്മളെ സംബന്ധിച്ച് സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത്, ഇൻ കേസ് നമ്മൾ ഇവിടെ ഈ സ്റ്റോപ്പ് ലോസ് വെച്ചില്ലെങ്കിലും നമുക്ക് ഇവിടെ നെക്സ്റ്റ് കൺസിഡർ ചെയ്യുന്ന സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും. എന്തുകൊണ്ടാണ് ഇവിടെ നമ്മൾ സ്റ്റോപ്പ് ലോസ് വെക്കാത്തത്? ബിക്കോസ് ഇതൊരു വീക്ക് ലോ ആണ്. ദിസ് ക്യാൻ ബി ബ്രോക്കൺ അറ്റ് എനി ടൈം. അപ്പോൾ നമ്മൾ ഈ മോസ്റ്റ് ഓഫ് ദ മൂവ്മെന്റ് നമുക്ക് ഇവിടെ വരെ ക്യാപ്ചർ ചെയ്യണമെങ്കിൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസിന്റെ സ്ട്രക്ചറൽ ഷിഫ്റ്റ് ഇതിന് ബ്രേക്ക് ചെയ്ത് സബ്സിക്വന്റ് മൂവ്മെന്റ് വരുമ്പോൾ മാത്രമേ നമ്മൾ ഇവിടുന്ന് ഇത് ചെയ്യുള്ളൂ. സോ പൊസിഷണൽ ഹോൾഡിംഗ് ചെയ്യുന്നവരെ സംബന്ധിച്ച് നമ്മളെ മാർക്കറ്റിന്റെ സ്ട്രക്ചർ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെയാണ് പോകുന്നത്. മനസ്സിലായോ? അപ്പം സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് വെരി സിമ്പിൾ. വിച്ച് ഈസ് ദ സ്ട്രോങ്ങസ്റ്റ് ലോ ദാറ്റ് ക്രിയേറ്റഡ് ദ ഹൈ ഈസ് ബ്രോക്കൺ ആൻഡ് ദ ഗെയിം ഈസ് ഓവർ. ദ ചേഞ്ച് മാർക്കറ്റിന്റെ സ്ട്രക്ചർ ഇതായി, റിവേഴ്സൽ പ്രോസസ് ഹാസ് ബീൻ ഡൺ. പിടികിട്ടില്ലോ? അതായത് ഏത് ലോയാണ്, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഏത് ലോയാണ് ഹൈ ക്രിയേറ്റ് ചെയ്തേക്കുന്നത്, ഹൈ വരെയും ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത്, ആ ലോ എപ്പം ബ്രേക്ക് ചെയ്യുന്നു അപ്പം നമ്മളുടെ ഗെയിം ഈസ് ഓവർ. അത്രേ ഉള്ളൂ, കഴിഞ്ഞ കാര്യം. അപ്പം ഇവിടെ നമ്മൾ നോക്കുന്നത്, ഇവിടെ നമ്മളുടെ സ്ട്രക്ചർ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നമ്മൾ നോക്കുന്നത് എന്താണ്? അടുത്തത് ബെയറിഷ് സെനാരിയോയിലോട്ടാണ് വരുന്നത്. ബെയറിഷ് സെനാരിയോയിലോട്ട് വരുമ്പോഴത്തേനും നമ്മൾ നോക്കുന്നത് എഗെയിൻ ഇവിടെ നമ്മൾ ഈ അടുത്ത ലെഗിൽ ഇത് മുകളിലേക്ക് പ്രൈസ് റിട്രൈസ് ചെയ്ത് കയറി വരുന്ന വരവിന് ഇതിൻ്റെ ഈ സ്ട്രക്ചറിൻ്റെ എത്രയാണ്? ഒരു 50% ഓർ 61 to 78% when it is pulling back. When it is pulling back on a higher time frame, അതായത് നമ്മൾ ഏത് ഹയർ ടൈം ഫ്രെയിമിലാണോ ആ ടൈം ഫ്രെയിമിൽ ഇവിടെ താഴെ പൊട്ടിപ്പോയ മാർക്കറ്റ്, അതായത് താഴോട്ട് വീണ മാർക്കറ്റ് മേളിലേക്ക് പുൾ ബാക്ക് ചെയ്ത് വന്നു കഴിഞ്ഞത് ഈ കംപ്ലീറ്റ് സ്ട്രക്ചറിൻ്റെ എത്രയാണ്? 50%ഓളം തിരിച്ചു കയറി വരും മാർക്കറ്റ്. 70% ഓഫ് ദ ടൈം, 70% സമയങ്ങളിലും മാർക്കറ്റ് ഈ പുൾ ബാക്ക് നടത്തിക്കൊണ്ടിരിക്കും. അപ്പം 70% ഓഫ് ദ ടൈം മാർക്കറ്റ് വിൽ കം ബാക്ക്. ഓക്കെ, അവിടെ തിരിച്ചു വരുന്ന സമയത്ത് ഈ 50% എബവ് നമ്മളെ സംബന്ധിച്ച് 61 to 78 ഇൻ ബിറ്റ്വീൻ കോൺസിക്വന്റ് എൻക്രോച്ച്മെന്റ് എൻട്രി സി. ഓക്കെ, കോൺസിക്വന്റ് എൻക്രോച്ച്മെന്റ് ഇ. ഓക്കെ, കോൺസിക്വന്റ് എൻക്രോച്ച്മെന്റ് എൻട്രി വി വിൽ പ്ലാൻ. അപ്പോൾ അവിടെ വന്നു കഴിയുമ്പോഴത്തേനും ആ ഒരു ഏരിയയിൽ പ്രൈസ് ട്രേഡ് ചെയ്യാൻ തുടങ്ങുമ്പോഴത്തേനും മാർക്കറ്റ് വിൽ ഷോ യു സം സിംറ്റംസ്. എന്താണ് സിംറ്റം? ദിസ് സിംറ്റം, a high is created, low is created, high is taken, low is taken, and it will pull back to mitigate and fall down. കാര്യം. അപ്പോൾ this will be keep on repeating. So logic is superior than any trading model. So ട്രേഡിംഗ് മോഡൽ നമ്മൾ കണക്ട് ചെയ്യേണ്ടത് എങ്ങോട്ടാണ്? ലോജിക്കും വെച്ചിട്ടായിരിക്കണം നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. സോ ഐ ഹോപ്പ് യു ഗോട്ട് ദ ലോജിക് കറക്റ്റ്ലി. ലോജിക് കിട്ടിയില്ലെങ്കിൽ കറക്റ്റായിട്ട് നിങ്ങൾ കമൻ്റ് ആയിട്ട് എഴുതുക. എന്നോട് പറയുക ഇത് ശരിയല്ല, ഈ സംഭവം നമുക്ക് ശരിയാകുന്നില്ലെന്ന് പറഞ്ഞ് കമൻറ്റ് എഴുതുക. എന്നിട്ട് അതിന് റീസൺ കൂടെ വെക്കുക. സോ വി വിൽ ഹാവ് എ മീനിങ് ഫുൾ ഡിബേറ്റ് ഓൺ ദിസ്. ഓക്കെ, അപ്പം ഇനി നമ്മൾ നോക്കുന്നത് എന്താണ്? ബാങ്ക് നിഫ്റ്റിയിൽ ഈ ഒരു സെയിം സെനാരിയോ ഇപ്പം നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡീകോഡിംഗ് മാർക്കറ്റ് 4 ഈ ഒരു സെയിം സെനാരിയോ ഞാൻ ബാങ്ക് നിഫ്റ്റിയിലും ലൈവ് റണ്ണിങ് നാസ്ഡാക്കിൽ ഇന്നത്തെ ട്രേഡ് നമ്മളിപ്പം പലയിടത്തും പല സംഭവങ്ങളും പല ആൾക്കാരും പല സാധനങ്ങളും പഠിപ്പിക്കുന്നതാണ്. എന്നിട്ട് അവരെന്താണ് ചെയ്യുന്നത്? ദേ വിൽ ഗോ ബാക്ക് ടു ഒരു 10-30 ദിവസത്തെ ചാർട്ടിൽ എവിടെയെങ്കിലും പോയി ഒരു സെനാരിയോ കണ്ടുപിടിച്ചിട്ട് ഈ സെനാരിയോ അന്ന് റിപ്പീറ്റ് ചെയ്താന്ന് പറഞ്ഞിട്ട് കാണിച്ചുകൊണ്ടിരിക്കും. ബട്ട് വേറെ
പ്രൊഫഷണൽ ട്രേഡിംഗ് പഠിക്കുന്ന നമ്മുടെ ട്രേഡിംഗ് സീക്രട്സിൻ്റെ നമ്മളുടെ ഫ്രണ്ട്സിനെ നേരെ കാണിച്ചു തരുന്നത് എന്താണ്? ലൈവ് സിറ്റുവേഷൻസ്, ലൈവ് ഇന്ന് നടക്കുന്നത് അല്ലെങ്കിൽ നാളെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ കാണിച്ചു തരും. അതാണ് ഇമ്പോർട്ടൻറ്റ്. സോ വെനെവർ യു സ്റ്റഡി എ ട്രേഡിംഗ് മോഡൽ, ആസ്ക് ദം. ഓക്കെ, അവരോട് ചോദിക്കുക, ഐ വാണ്ട് ടു സീ ഇറ്റ് ഓൺ ദ ചാർട്ട് റൈറ്റ് നൗ ലൈവ്. എനിക്ക് സമയമില്ല, എന്നെ കാണിച്ചാ എന്ന് നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങൾ പറയണം. എന്നോട് നിങ്ങൾക്ക് ചോദിക്കണം അങ്ങനെ. ഓക്കെ, ബിക്കോസ് ഞാനിത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്നോട് ചോദിക്കണം, ഷോ മീ ഓൺ ദ ലൈവ് ചാർട്ട്, ഐ ഡോണ്ട് വാണ്ട് ടു സീ പ്രീവിയസ് ചാർട്ട്. എനിക്ക് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം കാണണം എന്ന് നിങ്ങൾ പറയണം. ഓക്കെ, ഐ എം വെരി ഹാപ്പി ടു ഹെൽപ്പ് യു ഔട്ട്. സി നൗ ബാങ്ക് നിഫ്റ്റി. നമ്മൾ ബാങ്ക് നിഫ്റ്റിയിൽ എന്താണ് ഇന്നത്തെ സംഭവം? ബാങ്ക് നിഫ്റ്റിയിൽ സി, ഇത് ബാങ്ക് നിഫ്റ്റി. നമുക്ക് ഇവിടെ ഒരു സെഷൻ ബ്രേക്ക് ഇട്ടിട്ടുണ്ട്. സോ ഇവിടെ നമ്മൾ ബാങ്ക് നിഫ്റ്റിയുടെ ചാർട്ട് നോക്കുകയാണ്. അപ്പോൾ ഇന്ന് നമുക്കൊരു 200 പോയിന്റിൻ്റെ റൈഡ് കിട്ടി. സോ ഇവിടെ നടന്ന റൈഡ്, ഇവിടെ നടന്ന റൈഡ് വന്നേക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും ടോപ്പിലായിരുന്നു ഞാൻ ഷോർട്ട് പുട്ട് ഓപ്ഷൻ എടുത്തത്. അപ്പം അത് കവർ ചെയ്ത് പിന്നെ മാർക്കറ്റ് കയറിപ്പോയി. എനിവേ ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻഡ്. ഇവിടെ 1 മിനിറ്റിൻ്റെ ചാർട്ട്. 1 മിനിറ്റിൻ്റെ ചാർട്ടിൽ ആസ് പെർ അവർ ദിസ് വൺ വാട്ട് വിൽ ഹാപ്പൻ? ഈ ഹൈ ഇസ് ക്രിയേറ്റഡ്, ലോ ഇസ് ക്രിയേറ്റഡ്, ഹൈ ഇസ് ടേക്കൺ, ലോ ഇസ് ടേക്കൺ ആൻഡ് റൺ അപ്പ് ടു മിറ്റിഗേറ്റ് ഓർ ഇറ്റ് ഈസ് പുള്ളിംഗ് ബാക്ക് ടു ഫോൾ ഡൗൺ. ഇതാണ് സംഭവം. അത്രയല്ലേ ഉള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വരെ വന്നാക്കുന്നത്. അപ്പം ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും ക്യാൻ യു സീ ദിസ് വൺ ഇൻ ഹിയർ? അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ടോ? അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഹൈ ഇസ് ക്രിയേറ്റഡ്, ലോ ഇസ് ക്രിയേറ്റഡ്, പിന്നെ ഒന്നുമില്ല, തീർന്നു അല്ലേ? സോ നമ്മളെ സംബന്ധിച്ച് എങ്ങനെയാണ് അത് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കുന്നത്? സോ ദിസ് ഈസ് എ 1 മിനിറ്റ് സ്ട്രക്ചർ ദാറ്റ് യു ആർ സീയിങ് ഹിയർ അല്ലേ? 1 മിനിറ്റ് സ്ട്രക്ചർ. സോ നമുക്ക് 30 സെക്കൻഡ്സിൽ ഒന്ന് നോക്കാം. സോ 1 മിനിറ്റ് സ്ട്രക്ചർ. സോ ഇവിടെ നമ്മൾ നോക്കുന്നത് ദിസ് വാസ് ദ ഏരിയ അല്ലേ? ഇതാണ് നമ്മളുടെ ഏരിയ എന്ന് പറയുന്നത്. സോ നമ്മളെ സംബന്ധിച്ച് ഇത് എന്നത്തെ ഡേറ്റ് ആണ് താഴെ നോക്കണം. 27 ഇന്ന് നടന്നാക്കുന്ന കാര്യം. ഇന്ന് നമ്മൾ ട്രേഡ് എടുത്തത്. എനിക്ക് ഷുവറാണ് നിങ്ങൾ കുറേ പേര് ഇത് കണ്ടിട്ടുണ്ട്. ഈ ട്രേഡ് ലൈവ് കണ്ടോ ഇതിനകത്ത് കമൻറ്റ് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് ചുമ്മാ പറയുന്നത് നോക്കുക. ഓക്കെ, ഇവിടെ 27 ഡിസംബർ 2023 at 12 PM. സോ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേന് നമ്മൾ ഓൺ എ 30 സെക്കൻഡ് ചാർട്ട്. ഓക്കെ, നോ ലെറ്റ്സ് സീ 30 സെക്കൻഡ് ചാർട്ട്. ദിസ് വാസ് അവർ ഏരിയ അല്ലേ? ദിസ് ഈസ് അവർ ഏരിയ. സോ ഇവിടെ എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? ഹൈ ഇസ് മെയ്ഡ്, ലോ ഇസ് മെയ്ഡ്, ഒന്നും കാണുന്നില്ല അല്ലേ? സോ അഗൈൻ 10 സെക്കൻഡ്സ് ചാർട്ട്. സോ ഓൺ എ ലോവർ ടൈം ഫ്രെയിം വാട്ട് ഇറ്റ് ഈസ് പ്രിന്റിങ് നമുക്ക് നോക്കാം. എന്താണ് നമ്മൾ ഈ പറയുന്നതിനകത്ത് എന്തെങ്കിലും ഒരു ലോജിക്ക് വേണ്ടേ? സോ ഓൺ എ ലോവർ ടൈം ഫ്രെയിം വാട്ട് ഹാപ്പൻഡ്? ഇവിടെ നോക്കണം. സി, ഇവിടെ ഒരു പുൾ ബാക്ക് ഉണ്ട്. സോ കൺസിഡർ ദാറ്റ് ദിസ് ഈസ് എ ഹൈ. ഓക്കെ, ഇവിടെ തൊട്ട് പോവുക. ദ ഹൈ ഈസ് മെയ്ഡ്, ഓക്കെ ആണല്ലോ. എ ലോ ഈസ് മെയ്ഡ് ആൻഡ് എ ഹൈ ഈസ് ടേക്കൺ ആൻഡ് എ ലോ ഈസ്, സി ലോ ഇവിടെ ഇതുണ്ട്, ഇത് ലോ ഈസ് ഓൾമോസ്റ്റ് ടേക്കൺ. ഇവിടെ ഇതിൻ്റെ ഇത് ലോ ഈസ് ഓൾമോസ്റ്റ് ആൻഡ് റൺ അപ്പ് ടു മിറ്റിഗേറ്റ്. ഇതുണ്ട്, ഇവിടം വരെ വന്നു, ഈ ഹൈ വരെ വന്നു. റൺ അപ്പ് ടു മിറ്റിഗേറ്റ് എന്ന് പറയുമ്പോൾ എവിടം വരെ വന്നു? ഇതുണ്ടോ അറൗണ്ട്. സി, ഈ ഒരു ലെഗിൻ്റെ ഇത് പറയുമ്പോഴത്തേനും എത്ര ശതമാനമായി? നമുക്ക് ഇതിൻ്റെ പകുതി എന്ന് പറഞ്ഞാൽ തന്നെ 50% അല്ലേ? ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ 70%. ദെൻ റൺ അപ്പ് ടു മിറ്റിഗേറ്റ്, ദെൻ ഫോൾ ഡൗൺ. വന്നതാകട്ടെ, വന്നു. ഇനി നമ്മൾ നോക്കി ഇവിടെ എന്താണ് സംഭവം? ഇവിടെ നമ്മളുടെ ബോട്ടം ലെഗ്. ഓക്കെ, ഇവിടെ മേ ബി ഇത് ഇച്ചിരി താഴെ കൂടി ഇച്ചിരി സീപ്പ് ചെയ്ത പെർഫെക്റ്റ് സിറ്റുവേഷൻ ആണ്. ഓക്കെ, ഇവിടെ നമ്മൾ നോക്കി എത്ര ഉണ്ടെന്ന്. സോ എത്ര ശതമാനം വന്നു? ഇറ്റ് ഈസ് കമ്മിങ് ബാക്ക്. സോറി, ഇത് നമ്മൾ മുകളിൽ താഴെ നോട്ട് വരയ്ക്കണം, ബിക്കോസ് ഇറ്റ്സ് എ ഷോർട്ട് പൊസിഷൻ. ഇവിടെ എത്രയുണ്ട്? 61ഉം 7 എക്സാക്ട്ലി 61% വന്ന് റിട്രേസ് ചെയ്ത പ്രൈസ്. സോ നമ്മളെപ്പോഴും എന്നും വെച്ചിട്ട് ഇതൊരു സെറ്റപ്പ് ആണെന്ന് വെച്ചോണ്ട് നമ്മൾ എല്ലാ ടോപ്പിലും മാർക്കറ്റ് ഈ ഒരു ആക്ടിവിറ്റി പ്രിന്റ് ചെയ്യുമ്പോൾ ഇമ്മീഡിയറ്റ്ലി അതിനകത്ത് കയറി ജോയിൻ ചെയ്യുക എന്നുള്ളതല്ല. ബിക്കോസ് ഈ ഒരു എൻട്രി എടുക്കണമെങ്കിൽ യു ഷുഡ് ഹാവ് സം എക്സ്പീരിയൻസ്. എന്ത് എക്സ്പീരിയൻസ് ആണ് വേണ്ടത്? എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് മാർക്കറ്റിന്റെ സ്ട്രക്ചറൽ ഇങ്ങനത്തെ ഇവിടെ തന്നെ ആദ്യം ഒരു എൻട്രി എടുത്തത് ഫെയിൽ ആയിപ്പോയി. ആ എൻട്രി എടുത്തതും ഈ സെയിം സ്ട്രക്ചറിൽ നോക്കിയതാണ്. പക്ഷേ ഇവിടെ അത് റിപ്പീറ്റ് ചെയ്യപ്പെട്ടു. പക്ഷേ ആ ഒരു സിംഗിൾ ക്യാൻഡിലല്ലേ അത് ബ്രേക്ക് ഔട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ. അപ്പം ഇവിടെ നമ്മൾ നോക്കുന്നത് ഒരു കൺസിസ്റ്റന്റ് അപ് ട്രെൻഡ് വരുമ്പോഴും, അതുപോലെ തന്നെ നമുക്കൊരു പ്രീമിയത്തിൻ്റെ ആക്ടിവിറ്റി, അതുപോലെ തന്നെ ഒട്ടനവധി ഫാക്ടേഴ്സ് അതിലേക്ക് നമുക്ക് വരാം. എങ്ങനെയാണ് ഈ എൻട്രി ഇവിടെ നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് പ്രീമിയത്തിൻ്റെ ആക്ടിവിറ്റിയും കൂടെ വാച്ച് ചെയ്തിട്ട് ലൈവിലൊരു സെഷൻ ഞാൻ റെക്കോർഡ് ചെയ്ത് വെക്കാം അറ്റ് ദി എൻഡ് ഓഫ് ദിസ് മാർക്കറ്റ് സീരീസ്. ഓക്കെ, അപ്പം അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ലൈവിൽ നമ്മൾ എങ്ങനെയാണ് ഇത് എടുക്കുന്നതെന്നുള്ളത്. സോ സംഭവം കിട്ടിയ ഇവിടെ കറക്റ്റായിട്ട് ആ സാധനം നമ്മളെ കാണിച്ചു തന്നു. സംഭവം താഴ്ത്തു വന്നു മാർക്കറ്റ്, പിന്നെ താഴ്ത്തു വന്നു. എത്ര പോയിന്റ്? 200 പോയിന്റോളം ഇന്നത്തെ എനിക്ക് ടാർഗറ്റ് കിട്ടിയത്. ആദ്യത്തേത് പക്ഷേ സ്റ്റോപ്പ് ലോസ് ഹീറ്റ്. അപ്പോൾ അത് സാരമില്ല, പക്ഷെ നമുക്ക് ഒരു റെക്കോർഡ് ടാർഗറ്റ് കിട്ടിയല്ലോ. അപ്പം ഇതാണ് ഇതിനകത്തെ സംഭവം. ഇനി നമ്മൾ നോക്കുന്നത് ഇവിടെ ഇപ്പം നോക്കിയോ, വാട്ട് ഇസ് ദ ടൈം ഇൻ USA now? 3:21 PM അല്ലേ? 3:21 PM USA ലൈവ് മാർക്കറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഇവിടെ. അപ്പോൾ നമ്മളിവിടെ നാസ്ഡാക്കിൻ്റെ ചാർട്ട് എടുക്കുന്നു 15. ഓക്കെ,
ഇവിടെ നാസ്ഡാക്കിൻ്റെ ഇത് എടുത്ത് കഴിയുമ്പോഴത്തേനും 1 മിനിറ്റ്, സോ 1 മിനിറ്റ്, ഓക്കെ, ഇവിടെ 1 മിനിറ്റ് വരുമ്പോഴത്തേനും സോ നാസ്ഡാക്കിൻ്റെ നോക്കിയാൽ 15:22 എന്ന് പറഞ്ഞ ടൈം 3:22, 12 3 15:21 എന്നാണ് ഇവിടെ കാണിക്കുന്നത്, 22, 1 മിനിറ്റിൻ്റെ ഡിഫറൻസ് ആണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഏതാണ്? വെനസ്ഡേ 27 ഡിസംബർ. അപ്പം ലൈവ് ചാർട്ടിലെ സെനാരിയോ ആണ് കാണിച്ചിരുന്നത്. സോ നാസ്ഡാക്ക് മാർക്കറ്റ് ഇവിടെ നമ്മൾ ലൈവ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക, ഇതോട്ടോ ഇവിടെ ഇതാണോ. അപ്പോൾ ഞാൻ ഈ ഒരു എൻട്രി കണ്ടിരുന്നു, പക്ഷേ ഞാൻ എനിക്ക് ആ സമയത്ത് എടുക്കാൻ പറ്റിയില്ല, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് ഞാൻ പുറത്തായിരുന്നു. ഓക്കെ, ഇവിടെ ഈ ബ്ലൂ ഇതിൽ വന്നു, മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. സോ സം ഡേയ്സ്, ഇതാണ് ഞാൻ പറയുന്നത്, നമുക്ക് ചില ദിവസങ്ങളിൽ വളരെ ക്ലീൻ പ്രൈസ് ആക്ഷൻ കിട്ടും. ആ ക്ലീൻ പ്രൈസ് ആക്ഷനകത്ത് നമ്മൾ മാർക്കറ്റ് ഇത് എവിടെയാണ് നിൽക്കുന്നത് എവിടെയാണ് നമ്മൾ നോക്കിയേ. അപ്പം ഇപ്പോൾ വീക്ക്ലി ട്രെൻഡ് നമ്മൾ നോക്കിയത്, വീക്ക്ലി ട്രെൻഡ് നാസ്ഡാക്ക് ഈസ് ട്രേഡിംഗ് അറ്റ് ഓൾ ടൈം ഹൈ, ഇതുണ്ടോ. അതായത് നമ്മൾ ഷോർട്ട് പ്ലാൻ ചെയ്തുകൊണ്ട് അങ്ങോട്ട് ചെല്ലുന്നത്. അപ്പം മാർക്കറ്റ് നമ്മളെ നിർത്തുമോ? ഇല്ല. അപ്പം എന്ത് ചെയ്യണം? നമ്മളുടെ ഏരിയ ഫൈൻഡ് ചെയ്തിട്ട് നമ്മൾ നോക്കുകയാണ്. സോ ഇവിടെ നമ്മൾ നോക്കുന്നു എന്താണ്, നമ്മൾ എത്ര വലിയ മാർക്കറ്റ് ആണെങ്കിലും നമ്മൾ ഷോർട്ട് അടിക്കണമെങ്കിൽ ഷോർട്ട് അടിക്കും, ബൈ ചെയ്യണമെങ്കിൽ ബൈ ചെയ്യും. ആ ഒരു കോൺഫിഡൻസ് ലെവൽ വേണം. ബിക്കോസ് യു ഷുഡ് ബിലീവ് ഇൻ യുവർ ട്രേഡിംഗ് പ്രോസസ്. അതാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്താണ് സംഭവം? ഇവിടെ നോക്കിയോ, ഇവിടെ എങ്ങനെയാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്? സോ ഇവിടെ നോക്കി, ഞാൻ ഇവിടുന്ന് എൻട്രി നമ്മളുടെ ഗ്രൂപ്പിലോട്ട് ഞാൻ എടുത്ത് പോസ്റ്റ് ചെയ്തായിരുന്നു. ഇവിടുന്ന് ഇപ്പം നാസ്ഡാക്കിനെ ഞാൻ വെറുതെ വിടുകയെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ ഈ ഒരു എൻട്രി കൃത്യം നിങ്ങൾ വാച്ച് ചെയ്ത് അത് ആ സ്ക്രീൻഷോട്ട് വന്നപ്പോൾ നിങ്ങൾ കണ്ടവർ കമൻറ്റ് ചെയ്യാം. ഓക്കെ, നൗ ലെറ്റ്സ് സീ. ഇത് ഇവിടെ വന്നു, ഒരു ഹൈ ഈസ് ക്രിയേറ്റഡ് ആൻഡ് ലോ ഈസ് ക്രിയേറ്റഡ് ആൻഡ് ദ ഹൈ ഈസ് ടേക്കൺ ആൻഡ് ദ ലോ ഈസ് ടേക്കൺ ആൻഡ് റൺ അപ്പ് ടു മിറ്റിഗേറ്റ്, അല്ലേ? ആണോ? എത്ര വന്നു? ഇതും ഒരു അറൗണ്ട് 75%, ദെൻ ഫോൾ ഡൗൺ. ഇത് എന്നത്തെ ഗ്രാഫാണിത്? ഇത് എപ്പോഴത്തെ സംഭവമാണ് നോക്കി. ഇവിടുത്തെ 27 ഡിസംബർ 10:17 അമേരിക്കൻ ടൈം 10:17 നടന്നിരിക്കുന്ന ലൈവ് സെനാരിയോ ആണ്. സോ യു ഗോട്ട് ഇറ്റ്. സോ ഞാൻ പറയുന്നത് നിങ്ങൾ എല്ലായിടത്തും കയറി ഈ ഒരു സെനാരിയോയിൽ കയറി ചെയ്യരുത്. ബിക്കോസ് നമുക്ക് സ്ട്രക്ചറൽ ഡൈനമിക്സിൽ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് വാട്ട് യു ഹാവ് ടു ഡു, അല്ലേ? അതിനകത്ത് എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ എ ഹയർ ടൈം ഫ്രെയിം ട്രെൻഡ് ഏത് സൈഡിലേക്കാണ് പോകുന്നത് ആൻഡ് ഗെറ്റ് ഇൻ ടു ദ റൈറ്റ് സൈഡ് ഓഫ് ദ മാർക്കറ്റ്. സിൻസ് യു ആർ എ ബിഗിനർ ആൻഡ് യു ആർ നോട്ട് എക്സ്പീരിയൻസ്ഡ് സോ മച്ച്, എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ബിഗിനർ എന്ന് പറയുന്നത് എന്താണ്? സോ ഹു ഓൾ ആർ വാച്ചിങ് ദിസ് ചാനൽ, ഐ എം കൺസിഡറിങ് യു ആസ് എ ബിഗിനർ ബിക്കോസ് യു ഡോണ്ട് ഹാവ് എ ട്രേഡിംഗ് പ്രോസസ്. നിങ്ങൾക്ക് ട്രേഡിംഗ് പ്രോസസ് ഇല്ല. ട്രേഡിംഗ് പ്രോസസ് ഇല്ലാത്തതുകൊണ്ടാണല്ലോ ഈ ചാനൽ വന്ന് നമ്മൾ വാച്ച് ചെയ്യുകയും ഇത് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നത്. ബിക്കോസ് ദാറ്റ് ഈസ് വൈ ഐ എം ഇൻട്രൊഡ്യൂസിങ് എ ന്യൂ ട്രേഡിംഗ് സെറ്റപ്പ്. ആരും എക്സ്പ്ലെയിൻ ചെയ്യാത്തതും ആരും പറയാത്തതുമായിട്ടുള്ള വഴികളിൽ കൂടെ മാത്രമേ നമ്മൾ സഞ്ചരിക്കുന്നുള്ളൂ. അതാണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പം നമ്മൾ നോക്കുന്നത് എന്താണ്? ഇവിടെ യു ഷുഡ് ഗെറ്റ് ഇൻ ടു ദ റൈറ്റ് സൈഡ് ഓഫ് ദ മാർക്കറ്റ്. സോ വെൻ ഇറ്റ്സ് എ ബുള്ളിഷ് ട്രെൻഡ്, അല്ലേ? ഇറ്റ്സ് എ ഹൈലി ബുള്ളിഷ് ട്രെൻഡ്. ഈ ഒരു നമ്മൾ ഡെയിലി സെറ്റപ്പിൽ നോക്കുമ്പോൾ ബുള്ളിഷ് ഇതിലല്ലേ നിൽക്കുന്നത്. അപ്പോൾ വെൻ ഇറ്റ്സ് എ ബുള്ളിഷ് ട്രെൻഡ് യു ഷുഡ് ബി ഓൺ എ ബൈയിങ് സൈഡ്. എപ്പോഴും നമ്മൾ ബൈ ആൻഡ് സെൽ എന്ന് നോക്കി. അതിനുശേഷം നമുക്ക് കൗണ്ടർ ട്രേഡിങ് ചെയ്യാൻ പറ്റും. അപ്പം ഈ ബൈ ആൻഡ് സെൽ എന്നല്ല. അതുപോലെ തന്നെ വെൻ ഇറ്റ് ഈസ് ചേഞ്ചിങ് ദ സ്ട്രക്ചർ, ഇവിടെ ഈ സ്ട്രക്ചർ നമ്മൾ അവിടെ ബ്രേക്ക് ചെയ്ത് എ ക്യാൻഡിൽ ക്ലോഷർ ഹാസ് ബീൻ ഡൺ. ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഓൺ എ ഹയർ ടൈം ഫ്രെയിം ഈ ഒരു സ്ട്രക്ചർ ബ്രേക്ക് ചെയ്ത് അവിടെ സ്ട്രക്ചറൽ ഷിഫ്റ്റ് നടത്തി കഴിയുമ്പോഴത്തേന് നമ്മൾ ഉടനെ സ്ട്രാറ്റജി മാറ്റി സെൽ ആൻഡ് ബൈ എന്നുള്ള കണ്ടീഷനിലേക്ക് നമ്മൾ മാറും. ബിക്കോസ് സെൽ ഓൺ എവരി റൈസ്, അതാണ് അതിൻ്റെ ടെക്നിക്കൽ ടേം. സെൽ ആൻഡ് ബൈ ഇതാണ് നമ്മുടെ ഇത്. അപ്പോൾ യു ഷുഡ് സീ ദാറ്റ് ദിസ് പാറ്റേൺ ഈസ് ബീങ് പ്രിന്റഡ് ബിഫോർ ടേക്കിംഗ് ദ എൻട്രി. ദിസ് ഈസ് ഓൺലി എ മിയർ കൺഫർമേഷൻ. പക്ഷേ യു ഹാവ് ടു ബി ഇൻ ദ റൈറ്റ് സൈഡ് ഓഫ് ദ മാർക്കറ്റ്, അല്ലേ? അപ്പോൾ റൈറ്റ് സൈഡ് ഓഫ് ദ മാർക്കറ്റിലേക്ക് നമ്മൾ എങ്ങനെ വരും എന്നുള്ളതിനെ പറ്റി നമ്മൾ കൂടുതൽ ലെസൺസ് വീണ്ടും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിലേക്ക് നമുക്ക് വരാമെന്നാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എന്ത് സംഭവിച്ചു? ഇവിടെ എത്ര പോയിന്റ് നമുക്ക് ഇവിടെ ഡീസൻറ്റ് ടാർഗറ്റ് ഇവിടെ കിട്ടി. സോ ഇവിടെ അതിൻ്റെ ലോ വരെയും ബ്രേക്ക് ചെയ്തു. സോ ഇതൊരു ബിഗ് ക്യാൻഡിൽ വെച്ചുള്ള മൂവ്മെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്ത് ഇവിടം വരെ നമുക്ക് സുഖമായിട്ട് ആ ടാർഗറ്റ് നമുക്ക് കിട്ടിയേനെ. അതിനുശേഷം വീണ്ടും സോ ഇവിടെ എന്ത് സംഭവിച്ചു? ഓൺ എ ഡൗൺ ട്രെൻഡ് ഇവിടെ എന്ത് സംഭവിച്ചു? ഇപ്പോൾ ഇങ്ങനെ നോക്കിയാൽ മതി. അപ്പോൾ ക്ലീൻ പ്രൈസ് ആക്ഷൻ നമുക്ക് ഇടയ്ക്ക് കിട്ടും. ഈവൻ കിട്ടുന്നില്ലെങ്കിൽ 10 സെക്കൻഡ്സിൻ്റെ ഇതിനകത്തോട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് നോക്കാം. 10 സെക്കൻഡ്സിൽ നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രൈസ് ആക്ഷൻ കാണാൻ പറ്റും ഇച്ചിരി ക്ലീൻ ആയിട്ട്. സി ഷിഫ്റ്റിംഗ് പ്രൈസ് ആക്ഷൻ ഇൻ 1 മിനിറ്റ് 3 മിനിറ്റ് 5 മിനിറ്റ് 15 മിനിറ്റ് ഡസൻറ്റ് മാറ്റർ. പക്ഷേ യു ഷുഡ് നോ വാട്ട് ഇസ് ദ ക്യാൻഡിൽ സ്റ്റിക്സിൻ്റെ ഹൈയും ലോയും നമ്മൾ എങ്ങനെയാണ് ഇത് മാർക്ക് ചെയ്യുന്നത് നമുക്ക് അത്യാവശ്യം ഒരു അറിവുണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് അത് പ്രോപ്പറായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. സോ ഹൈ ആൻഡ് ലോ ഇത് മാർക്ക് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് നമ്മൾ ഹൈ ലോ മാർക്ക് ചെയ്ത് പഠിക്കണം. സോ ദിസ് ഈസ് നോട്ട് ഹൈ ലോ. സി ഇവിടെ ഒരു പുൾ ബാക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പുൾ ബാക്ക് സെനാരിയോ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഹൈ ലോ മാർക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഇത് ദിസ് ഈസ് എ ഹൈ, ദിസ് ഈസ് എ ലോ, ദിസ് ഈസ് അഗെയിൻ എ ഹൈ, എ ലോ, ഹൈ, ഇങ്ങനെ അത് മാർക്ക് ചെയ്യുന്നത് നോർമൽ സെനാരിയോയിൽ. അപ്പോൾ അങ്ങനെ നമുക്ക് നോക്കാം. അല്ലെങ്കിൽ പുൾ ബാക്ക് വെച്ചിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ
പല പല ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നമ്മളെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ. സോ ഇന്ന് നമ്മൾ പഠിച്ചതിനകത്ത് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ കവർ ചെയ്തു, ജസ്റ്റ് ടു സമറൈസ് ബിഫോർ കൺക്ലൂഡിങ് ദ സെഷൻ. ഹയർ ടൈം ഫ്രെയിം ട്രെൻഡ് നമ്മൾ എടുത്തു. അതിനുശേഷം നമ്മൾ ഇതിന്റെ ലോജിക് ബേസ്ഡ് ആണ് നമ്മൾ ഇതിന്റെ ഒരു ഒരു പിക്ചറൽ റെപ്രസെൻറ്റേഷൻ നിങ്ങളുടെ മനസ്സിലെല്ലാവരും ഇത് കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ അത് ഡിസൈൻ ചെയ്തിട്ട് ഒന്ന് പിക്ചർ വഴി കാണിച്ചു തരാൻ പറ്റുമെന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. ഓക്കെ, അപ്പം അതിന് വേണ്ടിയിട്ട് ഈ ഒരു സെറ്റപ്പ് എല്ലാ സ്വിംഗ് പോയിന്റ്സിലും റിപ്പീറ്റ് ചെയ്യപ്പെടുമ്പോഴും അതുപോലെ തന്നെ അഡീഷണൽ കൺഫർമേഷൻ എടുത്തുകൊണ്ടും നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന പല ഒത്തിരിയധികം കൺഫർമേഷൻസിനായിട്ടുള്ള ടെക്നിക്സുകൾ പുൾ ബാക്ക് അതെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പം അതിനകത്ത് ഉള്ള എന്തെങ്കിലും ഒന്നോ രണ്ടോ കോൺഫ്ലുവൻസിങ് ഏരിയയും കൂടി ഇതിനകത്ത് വരുവാണ് ദിസ് സെറ്റപ്പ് വിൽ ബി എക്സലന്റ്. ഓർ സം വോളിയം ഇംബാലൻസ്, ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഓർ എനിത്തിങ് മിറ്റിഗേഷന്റെ സമയത്ത് എന്തെങ്കിലും ഇത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ഇതാണ്. അപ്പോൾ സ്വിംഗ് പോയിന്റ്സിനെ പറ്റി നമ്മൾ പഠിച്ചു, പിന്നെ ലോജിക്കിനെ പറ്റി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. അതിനുശേഷം നമ്മൾ ലൈവ് സെനാരിയോയിൽ ബാങ്ക് നിഫ്റ്റിയിൽ ഇന്നത്തെ 27 ഡിസംബർ 2023 നടന്നിരിക്കുന്ന ബാങ്ക് നിഫ്റ്റിയിൽ നമ്മൾ ആക്ച്വൽ ട്രേഡ് ഡിപ്ലോയ് ചെയ്ത ഒരു ട്രേഡും അത് നമ്മൾ ഈ ഒരു ലോജിക്ക് പ്ലസ് സം അഡീഷണൽ കൺഫർമേഷൻ ഉണ്ടായിരുന്നു, അതിനെ ബേസ് ചെയ്തിട്ടാണ് ആ ട്രേഡ് എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ആ കൺഫർമേഷൻസ് വേറെ ഇനി മുന്നോട്ടുള്ള ഇപ്പം ഒരു പോയിന്റും കൂടെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൺഫർമേഷൻ കിട്ടിയല്ലോ, ഒരു ട്രേഡ് എങ്ങനെയാണ് ഇവിടെ ഫോം ചെയ്യുക. ഇപ്പം ഞാനിവിടുന്ന് ഒരു ട്രേഡ് ഇവിടുന്ന് ഞാൻ ഇവിടുന്ന് എൻട്രി എടുത്തെന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു കൺസെപ്റ്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാതെ ഹൗ ക്യാൻ ഐ ടെൽ യു ഓൾ ദീസ് തിങ്സ്? മനസ്സിലായോ? അപ്പോൾ നമുക്കിപ്പം അറ്റ്ലീസ്റ്റ് ഇവിടെ ഒരു പോയിന്റും കൂടെ നമുക്ക് നമ്മളുടെ ചാനൽ വഴി ഡിസ്ക്ലോസ് ചെയ്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് വരുന്ന ലെസൺസിലെല്ലാം ഇങ്ങനെ ഓരോരോ പോയിന്റ്സ് ക്ലാരിറ്റികൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ പോയിന്റുകളെല്ലാം നിങ്ങൾക്ക് ചാർട്ടിൽ കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ ആ കാണുന്ന പോയിന്റുകളും നമ്മൾ പറഞ്ഞിരിക്കുന്ന ലോജിക്ക് ആയിട്ടുള്ള കാര്യങ്ങളും മനസ്സിലാക്കി അത് എങ്ങനെ കറക്റ്റായിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. വൺസ് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ കോൺഫിഡൻസ് ലെവൽ ബിൽഡപ്പ് ചെയ്യുന്നത് സ്ലോലി നമ്മൾ 1 ലോട്ട് വെച്ച് ട്രേഡ് ചെയ്ത് അതിനെപ്പറ്റിയൊക്കെ പിന്നീട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പം അത് കോൺഫിഡൻസ് ലെവൽ ബിൽഡപ്പ് ചെയ്ത് അതിനകത്ത് ഇമോഷൻസിൻ്റെ കുറച്ച് കാര്യങ്ങൾ കൂടെ ഉണ്ട്, അതെല്ലാം പിന്നീട് പറയാം. അപ്പം നെക്സ്റ്റ് നമുക്ക് ഒരു ഇമ്പോർട്ടൻറ്റ് ലെസൺ ആണ്, അതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക. അപ്പം താങ്ക് യു വെരി മച്ച്. നിങ്ങൾ ഒത്തിരിയധികം നല്ല കമൻറ്റുകൾ എഴുതി വെച്ചിരുന്നു, ഞാൻ ആ കമൻറ്റുകളെല്ലാം വായിച്ചു, ഭയങ്കര എനർജറ്റിക് ആയിരുന്നു. താങ്ക് യു വെരി മച്ച്. നിങ്ങളെല്ലാവരും വളരെ എനിക്ക് ഭയങ്കര സന്തോഷമായി. അതുപോലെ തന്നെ ഇനിയും കമൻറ്റുകൾ എഴുതുക, അതുപോലെ തന്നെ ഡൗട്ട്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ആർഗ്യുമെന്റ് എന്ത് വേണമെങ്കിലും എഴുതാം കേട്ടോ. നമ്മുടെ കമന്റ് സെക്ഷൻ ഈസ് ഓപ്പൺ ഫോർ എനിത്തിങ്. ബിക്കോസ് എന്തെങ്കിലും ആർഗ്യുമെന്റ്സ് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ ചോദിക്കണം. സോ ആർഗ്യുമെന്റിനെ ബേസ് ചെയ്ത് വേണമെങ്കിൽ ഞാൻ വീഡിയോ തന്നെ ഇറക്കാം, നോ പ്രോബ്ലം. അപ്പം അങ്ങനെ നമുക്ക് എന്തെങ്കിലും ആർഗ്യുമെന്റോ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് ചോദിക്കുക. അപ്പം ഞാനത് ഏത് സംഭവങ്ങളിലാണെങ്കിൽ പോയി അത് കണ്ടുപിടിച്ചുകൊണ്ട് വന്നിട്ട് അതിന് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ഇറക്കി നമുക്ക് ഒരുമിച്ച് അതിനൊരു ക്ലാരിറ്റി ഉണ്ടാക്കി നമുക്ക് മുന്നോട്ട് പോകും. വഴക്കുണ്ടാക്കാനല്ല, വേറെ നമ്മളെ തോട്ട് പ്രോസസ് ഹാസ് ടു ബി ഇംപ്രൂവ്ഡ് അല്ലേ. അതിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാനുള്ള ഒരു ഓപ്പൺ മൈൻഡോട് കൂടി യു ക്യാൻ ആസ്ക് എനിത്തിങ് ആൻഡ് ട്രേഡിംഗ് സീക്രട്സ് ഈസ് ദെയർ ടു എക്സ്പ്ലെയിൻ യു എവറിത്തിങ്. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സീ യു ഇൻ അനദർ വീഡിയോ.